ഷഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ. എന്താ രസം. എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ. വന്നടി മക്കളെ. ഇതൊക്കെ മണാലിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയി വൈറലായ ഉമ്മയ്ക്കെതിരായ മതപണ്ഡിതന്റെ പ്രസംഗം വിവാദത്തിൽ. ഭർത്താവ് മരിച്ച സ്ത്രീ വീട്ടിൽ അടങ്ങിയിരിക്കാതെ യാത്ര നടത്തുന്നത് തെറ്റാണ് എന്ന മതപണ്ഡിതന്റെ നിലപാട്. ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തിന്റെ കുറുഞ്ചെലടീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മുപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമില്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. ഈ ഉമ്മാക്കൊരു എല്ലാരും കൂടുന്ന ഒരു വേദികളിൽ പോവാനോ അല്ലെങ്കിൽ ആരോട് സംസാരിക്കാൻ ഇടപഴകാനോ ഉമ്മാക്ക് പറ്റുന്നില്ല. പറഞ്ഞല്ലോ ഉസ്താദ് അങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങളെന്താ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത്. ആ ഒരു സമയത്ത് ഉമ്മ അനുഭവിച്ചത് നമുക്ക് പറഞ്ഞങ്ങനെ തരേണ്ട എനിക്കറിയില്ല. ഉമ്മ കരയായിരുന്നു ഇവിടുന്ന്. കാരണം അത്രയും ഉമ്മ പ്രയാസത്തിലാണ് ഉണ്ടായത്. നമ്മളൊരു എന്തോ തെറ്റ് ചെയ്തിട്ടേ പിന്നെ അങ്ങനെ വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് കാണുന്നത്. ഉമ്മ ആകെ ചെയ്തത് ഒരു യാത്ര പോയി. ആ യാത്ര പോയ ആ സമയത്ത് ഉണ്ടായൊരു സന്തോഷം. ഉമ്മാക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നും അറിവുള്ള ആളല്ല. ഞാനൊരു മതത്തിനകത്തും വിശ്വസിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഈ വീഡിയോ തുടങ്ങാം. അതായത് ഇതേപോലത്തെ കുറെ ഐറ്റംസിനെ നമുക്ക് എല്ലാ മതത്തിനകത്തും കാണാൻ പറ്റും. അപ്പൊ ഇതുങ്ങളുടെ പണി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവന്റെ കാര്യം നോക്കി നടക്കുന്നതിന് പകരം ഇവരുടെ പണി എന്ന് പറഞ്ഞാൽ കണ്ടവന്റെ കാര്യം നോക്കി നടക്കണം. അതായത് ബാക്കിയുള്ളവരെന്താണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു കേസിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മതപണ്ഡിതൻ എന്ന് വിളിക്കപ്പെടുന്ന ഇങ്ങേര് എന്താണ് ചെയ്തിട്ടുണ്ടിരിക്കുന്നത്. ഇങ്ങേര് ആ ഒരു ഉമ്മ അവര് എവിടെയെങ്കിലും പോയിട്ട് അവരുടെ സന്തോഷം എന്താണോ, അവരിപ്പോ ആ ഒരു മണാലി പോയിട്ട് അവര് നല്ല ഹാപ്പി ആയിട്ട് അവർ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതിനകത്ത് ഒരു കുറ്റം കണ്ടുപിടിച്ച് അത്ര അവരെ കുറ്റപ്പെടുത്താനായിട്ട് കിട്ടുന്ന ഒരവസരം പാഴാക്കാത്ത ഇവരെ പോലുള്ളവരെയാണ് നമ്മൾ ആദ്യം, അവരാണ് മെയിൻ പ്രശ്നക്കാർ ഈ മതത്തിനകത്തൊക്കെ. ഈ മതത്തിനകത്ത് വിശ്വസിക്കുന്നവരെ ഒന്നും ഞാൻ ഒരിക്കലും പറയാറില്ല നിങ്ങളൊരു മതത്തിനകത്തും വിശ്വസിക്കരുത്, അങ്ങനെയൊന്നും ഞാൻ ആരോടും പറയാറില്ല. കാര്യം എന്താണ്, അത് അവനവൻ്റെ ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു മതം എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പം മനുഷ്യനെ നല്ല രീതിക്കാണ് അത് കൊണ്ടുപോകുന്നെങ്കിൽ ആ മതം എന്ന് പറയുന്നതിനകത്ത് വിഷയമൊന്നുമില്ല. പക്ഷേ മതം എന്ന് പറയുന്നത് എപ്പോഴാണ് വിഷയമാവുന്നത്, അത് ഒരാളെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും. അതായത് ഇന്ന മതത്തിനകത്ത് ഈ പ്രായത്തിനകത്ത് നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി വീട്ടിനകത്ത് ഇരുന്ന് ഭർത്താവിനെയും വിചാരിച്ചിട്ട് അല്ലെങ്കിൽ മരിച്ചുപോയ ഭർത്താവിനെയും വിചാരിച്ച് 25 വർഷം മുന്നേ മരിച്ചുപോയ ഭർത്താവിനെ പറ്റിയിട്ടൊക്കെയാണ് ഇങ്ങേരിപ്പം പറയുന്നത്. 25 വർഷം മുന്നേ മരിച്ചുപോയ ഭർത്താവിനെ പറ്റി ആലോചിച്ചിട്ട് നിങ്ങൾ വീട്ടിനകത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇരിക്കണം എന്നൊക്കെ പറയുന്ന എന്ത് ചിന്താഗതിയാണ് എൻ്റെ പൊന്നു. അതൊക്കെ ഇപ്പോഴും പബ്ലിക്കിനകത്ത് വന്ന് ഇത്രയും ഇതായിട്ട് പറഞ്ഞിട്ട് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോഴും ആൾക്കാരുണ്ടെന്ന് പറയണതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത്. ഇപ്പം ആ ഒരു പുള്ളിക്കാരി എത്ര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു ഹാപ്പിനെസ് തല്ലിക്കെടുത്തിയപ്പോൾ ഇവർക്കൊക്കെ സമാധാനമായി. അപ്പം എന്താ ആൾക്കാരാണെന്ന് നോക്കണേ. അപ്പം എനിക്ക് എത്രയാണ് ഇതിനകത്തൊക്കെ പറയാനുള്ളത്. അപ്പം ഇതേപോലുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പം എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പിള്ളേർക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ.